നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതപരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,516ാമത്തെ ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 16-ാം തീയതിയാണ്. ശകവർഷം 1947, കാർത്തിക മാസം 11-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 2-ാം തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. രാവിലെ 7:31 വരെ മാത്രമാണ് ഏകാദശി തിഥിയുള്ളത്. തുടർന്ന് ദ്വാദശി തിഥിയാണ്. നക്ഷത്രം വരുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ്. വൈകിട്ട് 5:03 വരെയുള്ള സമയത്ത് പൂരൂരുട്ടാതി നക്ഷത്രം, തുടർന്ന് ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങുന്നു. കരണം വരുന്നത് വിഷ്ടികരണമാണ്. രാവിലെ 7:31 വരെയാണ് വിഷ്ടികരണം. നിത്യയോഗം വരുന്നത് വ്യാഘാതാനാമ നിത്യയോഗമാണ്. അത് രാത്രി 11:10 വരെയുള്ള സമയത്താണ്. ചോതി ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ഞായർ. സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17 42 ഉദയം വരുന്നു. അസ്തമയം വരുന്നത് 5:57 10 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 39 മിനിറ്റ് 28 ഈ ദിനമാനവും ഉദയാസ്തമയങ്ങളും പറഞ്ഞിട്ടുള്ള മധ്യകേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളിൽ രാഹുകാലം വരുന്നത് 4:29 തുടങ്ങി 5:57 വരെയുള്ള സമയത്താണ് വൈകിട്ട്. ഗുളികകാലം സംഭവിക്കുന്നത് ഉച്ചകഴിഞ്ഞ് 3:02 തുടങ്ങി 4:29 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:07 തുടങ്ങിയിട്ട് 1:34 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഇത് വർജിതമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 മുതൽക്ക് 12:05 വരേക്കും. തുടർന്ന് മധ്യം 4 മിനിറ്റ് വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടകക്കൂറുകാർക്കാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാണ്. ആയതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് വിധിച്ചിട്ടില്ല. അന്നേ ദിവസം ഈ പ്രധാനപ്പെട്ട യാത്രകൾ അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ തുടക്കം കുറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വർജിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരൂരുട്ടാതി നക്ഷത്രമാണ്. വൃക്ഷഛേദനാദി കർമ്മങ്ങൾ, കൃഷി, കച്ചവടം, അതുപോലെ ഒട്ടകം, പോത്ത്, മഹിഷം മുതലായവയുടെ കച്ചവടമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ജലയന്ത്രം, അതുപോലെ ശില്പകർമ്മങ്ങൾ, ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിന് വിധിച്ചിട്ടുള്ളത്. തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. വ്രതത്തിന് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വിവാഹം, അതുപോലെ യുദ്ധകാര്യങ്ങൾ, ശില്പം, ഗമാഗമം വരിക, പ്രവേശിക്കുക, അതുപോലെ പോവുക, ആഭരണം, നൂതനമായിട്ടുള്ള ആഭരണം ധരിക്കുക, ഇതൊക്കെ ഏകാദശി തിഥിക്ക് അനുകൂലമാണ്. നമസ്കാരം.